ഹായ്, ഇന്നൊരു റവ പോളയുടെ റെസിപ്പിയാണ്. ഒരു പാത്രത്തിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തു, ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നെയ്യ് ഒഴിച്ച പാത്രത്തിലോട്ട് ഇതിട്ട് കൊടുക്കുക, നന്നായിട്ട് വഴറ്റിയിട്ട് മാറ്റി വെക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ടേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 2.5 ടീസ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിലോട്ട് നമ്മളിപ്പം വാട്ടി വെച്ച പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇളം ചൂടോടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് റവയാണ്. റവ 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം, അതിൻ്റെ വീടിനെടുക്കുന്നത് മിസ്സായിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി ഒന്ന് നെയ്യിൽ വാട്ടിയിട്ട് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ബേസ് താഴെ വെക്കുക അടുപ്പിൻ്റെ മുകളിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ പാത്രം വെച്ചിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു അലുമിനിയം ഫോയിലും വെച്ച് അതിൻ്റെ അടപ്പും വെച്ച് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇച്ചിരി നെയ്യ് തടവി കൊടുക്കുക. ഇനി ഇത് തിരിച്ച് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ വേറെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആ ബേസിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിൽ തന്നെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോഴേക്ക് അടിപൊളിയായിട്ടുള്ള നമ്മുടെ റവ പോള റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. നമ്മൾ ചായ ആയി വരുമ്പോഴേക്കും നമ്മുടെ പോളയും റെഡി ആവും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാം. താങ്ക്